ഹലോ ഗൈസ്, ചെമ്പനീർ പൂവിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. സച്ചി വണ്ടിയിൽ നിന്ന് പൂവൊക്കെ ഇറക്കുന്ന കാണുമ്പോഴത്തേന് കൂടെ വന്ന ചേച്ചിമാർ പറയുന്നുണ്ട്, സച്ചി നീ എന്തായാലും വലിയവൻ തന്നെയാണ്, ഇത്രയും വലിയ ഓർഡറൊക്കെ നീ രേവതിക്ക് പിടിച്ചു കൊടുത്തില്ലേന്ന് ചോദിക്കും. അതെ, എൻ്റെ വിലയൊന്നും ഇവർക്ക് അറിയത്തില്ല എന്ന് പറഞ്ഞു കൊടുത്തേരെന്ന് പറഞ്ഞ് സച്ചി അവരോടെല്ലാം പറഞ്ഞ് ചിരിക്കുന്നുണ്ട്. അപ്പോൾ രേവതിക്കും ചിരിയൊക്കെ വരും. അന്നേരം പൂവെല്ലാം എടുത്ത് സിറ്റ് ഔട്ടിലോട്ട് വെക്കാൻ പറഞ്ഞ് എല്ലാവരോടും എടുക്കുകയാണ്. ആ സമയത്ത് ചന്ദ്രമതി ഇറങ്ങി വരുമ്പോഴത്തേന് ദേവുവിനെ കാണുന്നുണ്ട്. നീ എന്താ ഇവിടെ, നീ എന്നത്തിന് വന്നാ ഈ വീട്ടിലെന്നൊക്കെ ചോദിക്കുന്നുണ്ട് ചന്ദ്രമതി ദേവുവിനോട്. അപ്പം ദേവു പറയും, ചേച്ചി അറിഞ്ഞിട്ട് വന്നതാ, പൂ കെട്ടാൻ വന്നതാണ്, അല്ലാതെ നിനക്ക് പൂ കെട്ടുന്നതിന് പകരം വീട് കെട്ടാനൊന്നും അറിയത്തില്ലല്ലോ എന്ന് പറയും. ഞങ്ങൾ എന്തായാലും പൂ കെട്ടി വീടും കെട്ടും, കാണിച്ചു തരാമെന്നൊക്കെ ദേവിയും പറയുന്നുണ്ട്. പിന്നെ നീയൊക്കെ വീട് കെട്ടാൻ പോവുക, നിനക്കൊക്കെ ഈ പൂകെട്ട് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ പറയും. ആ സമയത്ത് രവി അങ്ങോട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇവരെ എല്ലാം കണ്ടുകൊണ്ട് സന്തോഷത്തോടു കൂടി സംസാരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് രവി. അപ്പം അച്ഛാ എന്തേ പൂവെല്ലാം കൊണ്ടുവന്നൊക്കെ പറയും. മൊത്തം കൊണ്ടുവന്നോ മോളെ എന്നൊക്കെ രേവതിയോട് രവി ചോദിക്കുന്നുണ്ട്. ഇല്ല അച്ഛാ, കുറച്ചേ കൊണ്ടുവന്നുള്ളൂ, ബാക്കി അവിടെ മാർക്കറ്റിൽ എടുത്ത് വെച്ചിരിക്കുക, പിന്നെ പോയി എടുത്തുകൊണ്ട് വരണം, സച്ചിയേട്ടൻ എടുത്തുകൊണ്ട് വരുമെന്നൊക്കെ പറയും. അന്നേരം സച്ചിയോട് രേവതി പറയുന്നുണ്ട്, ഒരു ടാർപോളിയും വലിച്ച് മുറ്റത്തോട്ട് കെട്ടണം, അവിടെ വെച്ച് പൂ കെട്ടാമെന്ന്. അപ്പോൾ ചന്ദ്രമതി പറയുന്നുണ്ട്, അതൊന്നും പറ്റത്തില്ല, ഇവിടെ ബാക്കിയുള്ളവർക്ക് പുറത്തോട്ടൊക്കെ ഇറങ്ങി നടക്കേണ്ടതാണ്, അതുകൊണ്ട് ഇവിടെ മുറ്റത്ത് വെച്ചൊന്നും കെട്ടാൻ പറ്റത്തില്ലെന്ന് രവിയേട്ടാ പറയാൻ പറയും. അന്നേരത്തേന് ഉടനെ രവി ചോദിക്കുന്നുണ്ട്, എന്താ ഇവിടെ വെച്ചാണോ ഈ പൂമാല കെട്ടുന്നതെന്ന്. ഉടനെ പറയും, അതെ അച്ഛാ, ഇവിടെ വെച്ച് കെട്ടാമെന്നാണ് വിചാരിച്ചെന്ന് ഉടനെ രേവതി പറയും, അതൊന്നും പറ്റത്തില്ല, ഇവിടെ വെച്ച് കെട്ടണ്ട എന്ന് പറയും. അപ്പോൾ ഇവരെല്ലാവരും അങ്ങ് ഞെട്ടു, എന്ത് പറ്റിയെന്ന് ഓർത്ത്. ഉടനെ പറയും, ഇവിടെ വെച്ച് കെട്ടിയാൽ എങ്ങനെയാ എന്നൊക്കെ ചോദിക്കുന്ന ഉടനെ ചന്ദ്രമതിക്ക് അങ്ങ് സന്തോഷമാകുന്നുണ്ട്. എന്തായാലും രവി അവരെ പൂമാല കെട്ടാൻ സമ്മതിച്ചില്ലല്ലോ എന്നോർത്ത്. അപ്പോഴത്തേനും ഉടനെ രവി പറയുന്നുണ്ട്, അത് എങ്ങനെയാ ശരിയാകുന്നത്, വെയിൽ കൊണ്ടാ പൂ വാടിപ്പോകത്തില്ലേ, മഴ പെയ്താൽ നനയുകയും ചെയ്യും, അതൊന്നും പറ്റത്തില്ല, അതുകൊണ്ട് ഈ പൂ എല്ലാം എടുത്തുകൊണ്ട് നേരെ ഹാളിലേക്ക് വാ, ഹാളിൽ വെച്ച് കെട്ടാമെന്ന്. അത് കേൾക്കുമ്പോഴത്തേനും ചന്ദ്രമതി അങ്ങ് ഞെട്ടിപ്പോവാണ്. ബാക്കി എല്ലാവർക്കും ചിരിയും വരുന്നുണ്ട്. ഉടനെ സച്ചി പറയാം, അച്ഛനാണ് അച്ഛൻ, വാ നമുക്ക് എല്ലാവർക്കും അകത്തോട്ട് കൊണ്ടുപോകാം, എല്ലാം എടുത്ത് അകത്തോട്ട് വെച്ചോളാൻ പറയും. ഉടനെ തന്നെ എല്ലാവരും അകത്തേക്ക് വന്നിട്ട് അകത്തെ ഉള്ള എല്ലാം എടുത്ത് അങ്ങനെ കസേരയൊക്കെ ഇങ്ങോട്ടൊക്കെ മാറ്റിയൊക്കെ ഇടുന്നുണ്ട്, സെറ്റിയൊക്കെ മാറ്റിയിടും. അകത്തേക്ക് വരുന്ന രവി ഉടനെ ചന്ദ്രയോട് ചോദിക്കുന്നുണ്ട്, എന്താ നീ ഇവിടെ നിൽക്കുന്നത്, നീ അകത്തോട്ട് വരുന്നില്ലേ, ഇവർക്കുള്ള സൗകര്യമൊക്കെ ഒരുക്കി കൊടുക്കാൻ പറയും. അതെങ്ങനെയാണ് ശരിയാന്ന് രവിയേട്ടൻ, നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടക്കണ്ടേ എന്നൊക്കെ ചോദിക്കും. നീ എന്തായാലും കുറച്ച് നേരത്തേക്ക് നടക്കണ്ട, അകത്തോട്ട് വന്ന് ഇവരെ ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ നോക്കാമെന്ന് പറഞ്ഞ് രവി അകത്തേക്ക് അങ്ങ് പോകുന്നുണ്ട്. ഒരു ഗതിയില്ലാതെ അകത്തേക്ക് വരുവാണ് ചന്ദ്രമതി. അപ്പോൾ അവിടെ വന്ന സ്ത്രീകളെല്ലാം കൂടി എല്ലാം ഒന്ന് ശരിയാക്കിയൊക്കെ ഇടുന്നുണ്ട്. അതൊക്കെ കണ്ടിട്ട് ചന്ദ്രമതിക്ക് ഒട്ടും സഹിക്കുന്നേ ഇല്ല. അപ്പോൾ സുധി അങ്ങോട്ട് വരുന്നുണ്ട്, അമ്മ ഇവിടെ പൂ മാർക്കറ്റ് ആക്കുമെന്നാണ് തോന്നുന്നത്, ഈ പൂവെല്ലാം നമുക്കൊരു ഡിസ്റ്റർബൻസ് ആകുമല്ലോ എന്നൊക്കെ പറയും. എന്നെ ചെയ്യാനാ മോനെ, അച്ഛൻ ചെയ്ത പരിപാടിയാ എന്നൊക്കെ പറയും. അന്നേരം രേവതി കൊണ്ടൊന്ന് പായൊക്കെ വിരിച്ച് എല്ലാം വെക്കുമ്പോൾ എല്ലാവരും കൊണ്ടൊന്ന് പൂവൊക്കെ കെട്ടാനുള്ള ചരടും ഒക്കെ എടുത്ത് കൊണ്ടുവെക്കും. അത് കഴിയുമ്പോഴത്തേന് രവി അകത്തേക്ക് വരുമ്പോഴത്തേന് സുധി അവിടെ നിൽപ്പുണ്ട്. അപ്പം ചോദിക്കുന്നുണ്ട്, എന്താ നീ ഇവിടെ നിൽക്കുന്നത്, നീ വന്നാൽ ഒന്ന് ഹെൽപ്പ് ചെയ്യുക, അവരെ ഒന്ന് ഹെൽപ്പ് ചെയ്ത് അവിടെ ഇരിക്കുന്ന ടേബിളൊക്കെ ഒന്ന് മാറ്റി കൊടുത്തതെന്നൊക്കെ പറയും. അയ്യോ അച്ഛാ, ഞാൻ എങ്ങനെയാണ് ഇതൊക്കെ ചെയ്യുന്നത്, എന്നെക്കൊണ്ട് പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് സുധി ഒഴിയാൻ നോക്കുന്നുണ്ട്. പറ്റത്തില്ല, നീ ഇതൊക്കെ ചെയ്തേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞ് രവി നിർബന്ധിപ്പിച്ച് ചെയ്യിപ്പിക്കുകയാണ്. പിന്നെ സുധി കൊണ്ടുവന്ന് കെട്ടാനുള്ള പൂവെല്ലാം കൊണ്ടുവന്ന് കുടഞ്ഞിടുകയാണ്. അത് കാണുമ്പോഴത്തേന് രവിക്ക് ഭയങ്കര സന്തോഷമാകുന്നുണ്ട്. ഇത്രയും പൂവ് കാണുമ്പോഴത്തേന് സുധിയുടെയും ചന്ദ്രമതിയുടെയും കാറ്റ് പോയ പോലെ നിൽക്കുകയാണ്. ഇത്രയും പൂവോ, അയ്യോ എന്നൊക്കെ പറഞ്ഞ് നിൽക്കുകയാണ്. ഇവർക്ക് രണ്ടുപേർക്കും അത്ഭുതമാണ് ഇത്രയും പൂവ് വെച്ച് ഇതൊക്കെ കെട്ടുന്നത് കാണുമ്പോഴത്തേന്. അപ്പോൾ ഇത് വലിയ ഓർഡറാണെന്നാണ് തോന്നുന്നത് എന്നൊക്കെ പറഞ്ഞ് ഇവരിങ്ങനെ നിൽക്കുകയാണ്. സച്ചി പുറത്തേക്ക് പോകാൻ തുടങ്ങുന്നതുകൊണ്ട് രേവതി എടുത്ത് 300 രൂപ കൈ കൊടുക്കുന്നുണ്ട്. ഇതെന്താ 300 രൂപ എന്ന് ചോദിക്കും. ഓട്ടോക്കൂലിയാണെന്ന് പറയുമ്പോഴത്തേന് രവിക്ക് ചിരിയൊക്കെ വരും. അന്നേരം പറയും, ഞാൻ ഇനി 250 രൂപയല്ലേ പറഞ്ഞെന്ന് ചോദിക്കും. 50 രൂപ ഇരുന്നോട്ടെ, എന്നാണേലും പൂ മാർക്കറ്റിൽ നിന്ന് പൂവൊക്കെ ചുമന്ന് വണ്ടിയെ കൊണ്ട് വെച്ചതല്ലേ, അതുകൊണ്ട് 50 രൂപ കയ്യിലിരിക്കട്ടെന്ന്. ഉടനെ സച്ചി പറയുന്നുണ്ട്, അച്ഛാ ദേ എനിക്ക് ടിപ്പ് തരുന്നെന്ന്. അത് കേൾക്കുമ്പോഴത്തേന് സുധി എവിടെ നിന്ന് പറയും, ടിപ്പൊക്കെ കൊടുക്കാറായോ എന്നൊക്കെ പറഞ്ഞ് കളിയാക്കി ചിരിക്കും. എന്നിട്ട് ബാക്കി ഞാൻ പൂ എടുത്തുകൊണ്ട് വരാമെന്ന് പറഞ്ഞ് സച്ചി പുറത്തേക്ക് പോകും. ചന്ദ്രമതിക്കും സുധിക്കും ഒന്നും വിശ്വസിക്കാനേ പറ്റുന്നില്ല, ഇത്രയും വലിയ പൂമാലയൊക്കെ കിട്ടുമോ എന്നൊക്കെ ഓർത്ത്. അപ്പോൾ സുധി പറയുന്നുണ്ട്, 500 മാലയാണ് കെട്ടാൻ ഓർഡർ കിട്ടിയിരിക്കുന്ന, ലക്ഷങ്ങൾ ലാഭം കിട്ടുമോ അമ്മേന്ന്. ലക്ഷങ്ങളൊക്കെ കിട്ടുമോ, പൂമാല കിട്ടിയ ഇത്രയും കാശൊക്കെ കിട്ടുമോടാ എന്നൊക്കെ ചോദിക്കും. കിട്ടുമെന്ന് പറയും.
എന്നാൽ ഇനിയിപ്പോൾ ഈ പൂക്കാരിയെ പിടിച്ചാൽ കിട്ടത്തില്ലല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. അന്നേരം ആർക്കറിയാം, എന്നാണേലും വലിയൊരു എമൗണ്ട് തന്നെയാണ് വന്നിരിക്കുന്നതൊക്കെ പറയും. അപ്പോൾ ഇവരെല്ലാവരും സന്തോഷത്തോടു കൂടി ഇരുന്ന് പൂമാല കെട്ടുകയാണ്. അപ്പോൾ രവി ചോദിക്കുന്നുണ്ട്, മോളെ നാളെ രാവിലത്തേക്ക് ഈ 500 മാലയൊക്കെ കൊടുക്കാൻ പറ്റുമോ എന്ന് ചോദിക്കും. സംശയിക്കുന്നത്, രാവിലെ തന്നെ നമ്മൾ പൂ ഡെലിവറി ചെയ്തിരിക്കുമെന്ന് പറയും. ഓ ഡെലിവറി, അവളൊരു മാതാമ വന്നിരിക്കുന്നത്, നിനക്ക് രാവിലെ പൂവ് അങ്ങ് കെട്ടി കൊടുക്കുമെന്ന് പറഞ്ഞാൽ പോരേടി എന്നൊക്കെ അകത്തിരുന്ന് ചന്ദ്രമതി ചോദിക്കുന്നുണ്ട്. അന്നേരത്തേന് ദേഷ്യപ്പെടുവാണ് രവി. എന്നിട്ട് പറയും, നീ ഇങ്ങനെ ഒച്ചയും ബഹളവും വെക്കാതെ അവിടെ എങ്ങാനും പോയി അടങ്ങിയിരിക്കാൻ പറയും. എന്നെ പറയുന്നുണ്ട് ചന്ദ്രമതി, എനിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാൻ പറ്റുന്നില്ലെന്ന്. നീ ഇനി അങ്ങോട്ട് നടക്കണ്ട, അടുക്കളയിൽ പോയി ഇവർക്ക് ചായ ഉണ്ടാക്കിക്കൊണ്ട് വരാൻ പറയും. ഞാനെങ്ങനെ ഇവർക്കെല്ലാം ചായ ഉണ്ടാക്കി കൊടുക്കുന്നെന്ന് പറയും. ദേവുവിനോട് പറയാൻ പറയും. ദേവു ഒന്നും ഇടണ്ട, നീ തന്നെ ഇട്ടുകൊണ്ട് വന്നാൽ മതി എന്ന് പറഞ്ഞ് രവി ചന്ദ്രമതിയെ അകത്തേക്ക് വിടുകയാണ്. അകത്ത് ചെന്ന് ചന്ദ്രമതിക്ക് ദേഷ്യം കയറിയിട്ട് കൂട്ടുകാരിയെ വിളിച്ച് പറയുന്നുണ്ട്, ഭാമേ നീ എവിടെയാ? എത്രയും പെട്ടെന്ന് ഈ വീട്ടിലോട്ട് വരണം. ഈ വീട്ടിൽ നടക്കുന്ന കോപ്രായങ്ങളൊക്കെ നിനക്ക് ഇപ്പം തന്നെ കാണാം, നീ ഇങ്ങോട്ട് വന്നേ പറ്റത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞ് ഫോൺ വെക്കുന്നുണ്ട്. അന്നേരത്തേന് ശ്രുതി വന്ന് ഇവർ പൂ കെട്ടുന്നതൊക്കെ നോക്കി നിൽക്കുന്നുണ്ട്. അന്നേരം ദേവു പറയും, അച്ഛാ ഈ ഫോണൊന്ന് വെച്ച് എല്ലാ ഫോട്ടോയും വീഡിയോ ഒക്കെ ഒന്ന് എടുക്കാവോ എന്ന് ചോദിക്കും. എന്തിനാ മോളെ നിൽക്കും, ഇതൊക്കെ നമുക്ക് പോസ്റ്റ് ചെയ്യാം, ഇത്രയും പേര് ഒരുമിച്ചിരുന്ന് 500 പൂമാലയൊക്കെ കിട്ടുന്നതല്ലേ, അപ്പോൾ ഇതൊക്കെ കണ്ടു കഴിയുമ്പോൾ നമുക്ക് വീണ്ടും നല്ല ഓർഡറൊക്കെ കിട്ടും, അതിന് വേണ്ടിയാണെന്ന് പറയും. ഇതൊക്കെ ശ്രുതി കേട്ടുകൊണ്ടിരിക്കുന്നൊക്കെ ഉണ്ട്. അന്നേരം അതിനെന്താ മോളെ ഞാൻ എടുത്തു തരാമെന്ന് പറഞ്ഞ് ഫോൺ എടുത്ത് ഫോട്ടോ ഒക്കെ എടുക്കാൻ തുടങ്ങുകയാണ് രവി. ഇതെല്ലാം കണ്ടുകൊണ്ട് നിന്ന ശ്രുതി നേരെ സുധിയുടെ അടുത്തിയെന്ന് പറയുന്നുണ്ട്. ദേവു ആണെങ്കിൽ മാർക്കറ്റിങ്ങിനെ കുറിച്ചൊക്കെയാണ് പറയുന്നത്, വീഡിയോയും ഫോട്ടോയൊക്കെ എടുത്ത് പോസ്റ്റ് ചെയ്യുന്നതിനെ കുറിച്ചൊക്കെ പറഞ്ഞെന്ന് പറയും. അപ്പോഴത്തേനുടനെ സുധി പറയുന്നുണ്ട്, പഠിത്തമുള്ള കുട്ടിയല്ലേ, അപ്പോൾ അവൾക്ക് അതിനെക്കുറിച്ചൊക്കെ അറിയാമായിരിക്കും, നിനക്ക് നിൻ്റെ ബ്യൂട്ടി പാർലറിലെ ഒന്ന് ഇതുപോലൊക്കെ മാർക്കറ്റ് ചെയ്തുകൂടെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്, ഓൺലൈനായിട്ടുള്ള കാര്യങ്ങളൊക്കെ നോക്കിക്കൂടെ എന്നൊക്കെ ചോദിക്കും. അന്നേരത്തേനുടനെ ശ്രുതി അവിടെ നിന്ന് പറയുന്നുണ്ട്, അതിന് സ്വന്തം ബ്യൂട്ടി പാർലർ ആയെങ്കിൽ വേണ്ടേന്ന്. അതെന്താ നീ അങ്ങനെ പറഞ്ഞെന്ന് ഉടനെ ശ്രുതി തിരിഞ്ഞ് ചോദിക്കുന്നുണ്ട്. അത് പിന്നെ അല്ല, എൻ്റെ മനസ്സിൽ ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു ഒരു ഓൺലൈനായിട്ടുള്ള ഒരു പർച്ചേസിങ്ങിനെ കുറിച്ചൊക്കെ, അതുകൊണ്ട് ഞാൻ അങ്ങനെ പറഞ്ഞതേ ഉള്ളൂ എന്നൊക്കെ പറയും. എന്തായാലും നീ അങ്ങനെ വെച്ച് താമസിപ്പിക്കേണ്ട, പെട്ടെന്ന് തന്നെ അതിൻ്റെ മാർക്കറ്റിംഗ് ഒക്കെ നോക്കണം കേട്ടോ എന്ന് ശ്രുതി പറയും. രവി ഫോട്ടോയും വീഡിയോ ഒന്നും എടുത്തിട്ടൊന്നും ശരിയാകുന്നില്ല. ഉടനെ രവി ശ്രുതിയെ വിളിച്ച് പറയുന്നുണ്ട്, എടാ നീ ഇതൊന്നും എടുത്തെന്ന്. ഞാൻ എന്തിനാണ് എടുക്കുന്നത്, അച്ഛൻ പറഞ്ഞതനുസരിച്ച് ഞാനിവിടെ ടേബിളൊക്കെ മാറ്റി വെച്ചില്ലേ, ഇനി വീഡിയോ ഒക്കെ ഞാൻ എങ്ങനെ എടുക്കാനാണ് പറയും, നീ അങ്ങ് എടുത്തേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞ് വഴക്ക് പറയുന്ന ഉടനെ ശ്രുതി അങ്ങോട്ട് വന്ന് ഫോൺ മേടിച്ച് വീഡിയോ ഒക്കെ പിടിക്കുന്നുണ്ട്. വീഡിയോ പിടിക്കാൻ തുടങ്ങി കഴിയുമ്പോഴത്തേന് സന്തോഷത്തോടുകൂടി ആരുടെയും ഫോട്ടോയും വീഡിയോയും ഒക്കെ എടുത്തു കൊടുക്കും ശ്രുതി. അന്നേരം അതെല്ലാം ശ്രുതി ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട്. അന്നേരമാണ് ചന്ദ്രമതി അങ്ങോട്ട് ചായയായിട്ട് വരുന്നത്. ചന്ദ്രമതിക്ക് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല ശ്രുതി ഇങ്ങനെ ഇവരുടെ ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്തു കൊടുക്കുന്നത്. എന്നിട്ട് ചന്ദ്രമതി വന്ന് ചായ കൊണ്ട് നിന്നിട്ട് പറയും, ദേവു ഈ ചായ എല്ലാവർക്കും എടുത്തു കൊടുക്കാൻ പറയും. ഉടനെ രവി പറയും, വേണ്ട ദേവു അവിടെ ഇരിക്കട്ടെ, നീ ഇതിനൊക്കെ അങ്ങോട്ട് ചായ എടുത്താൽ എന്നാ കുഴപ്പമെന്ന്. അപ്പോഴത്തേനുടനെ രേവതി പറയും, ദേവു ആ ചായ മേടിച്ച് എല്ലാവർക്കും കൊടുക്കാൻ പറയും. ഉടനെ ദേവു എല്ലാവർക്കും ആ ചായയൊക്കെ മേടിച്ച് കൊടുക്കുകയാണ്. അപ്പം ശ്രുതി ഫോട്ടോയൊക്കെ എടുത്ത് ഇങ്ങനെ വരുമ്പോഴത്തേന് ചന്ദ്രമതിയുടെ അടുത്ത് വരുമ്പോൾ ചന്ദ്രമതി ഒറ്റ അടി കൊടുക്കുന്നുണ്ട് ശ്രുതിക്കിട്ട്. നീ എന്നാടാ വലിയ ഫോട്ടോഗ്രാഫർ കളിക്കുന്നത്, കല്യാണത്തിന് ഫോട്ടോ എടുക്കുന്ന പോലാണോ ഈ കാണിക്കുന്നത്, വെച്ചിട്ട് പോടാന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെടും. അത് കാണുമ്പോഴത്തേന് ശ്രുതിക്ക് അങ്ങ് ഇഷ്ടപ്പെടുന്നൊക്കെ ഉണ്ട്. അന്നേരം ദേവുവിനൊക്കെ മനസ്സിലാകുന്നുണ്ട് ഇവർക്ക് രണ്ടുപേർക്കും ഇഷ്ടപ്പെട്ടിട്ടൊന്നുമില്ല. ഓരോരുത്തരും കെട്ടിവെക്കുന്ന പൂമാലയുടെയൊക്കെ എണ്ണമൊക്കെ രവി ഉടനെ ബുക്കിലേക്ക് കുറിച്ചൊക്കെ വെക്കുന്നുണ്ട്. അന്നേരം ദേവുവിനോട് എല്ലാവരും പറയുന്നുണ്ട്, രേവതിക്ക് ഏറ്റവും നല്ലതായിട്ടൊക്കെ പല രീതിയിലും പൂമാലയൊക്കെ കെട്ടാൻ അറിയാമല്ലോ എന്നൊക്കെ. അപ്പം രേവതി പറയും, അങ്ങനെ ഒരു പൂമാല എന്തായാലും ദേവുവിൻ്റെ കല്യാണത്തിനെ കെട്ടുന്നുള്ളതെന്ന്. അപ്പോൾ അതിലൊരു ചേച്ചി ചോദിക്കുന്നുണ്ട്, എന്താ ദേവു പഠിത്തം കഴിഞ്ഞ ഉടനെ കല്യാണമൊക്കെ ആലോചിക്കുന്നുണ്ടോയെന്ന്. ഇല്ല ചേച്ചി, ഞാൻ പഠിത്തം കഴിഞ്ഞാൽ ഒരു ജോലി ചെയ്യാൻ നോക്കുന്നെന്ന് പറയും. അതെന്തായാലും നന്നായി, ഇനി കയറി ചെല്ലുന്ന വീട്ടിൽ എന്തായാലും അവർക്കൊരു വിലയൊക്കെ ഉണ്ടാകുമല്ലോ. ഒന്ന് ഈ ജോലി വേണം, അല്ലെങ്കിൽ സാമ്പത്തികം വേണം. അങ്ങനെയാണെങ്കിൽ കയറി ചെല്ലുന്ന വീട്ടിൽ ഒരു വിലയൊക്കെ ഉണ്ടാകും. അമ്മായിമ്മമാർ മകളെ പോലെ കാണും, അല്ലെങ്കിൽ പിന്നെ വേലക്കാരിയായിട്ടേ കരുതത്തുള്ളൂ എന്നൊക്കെ ചന്ദ്രമതിയെ കുത്തി തന്നെയാണ് പറയുന്നത്. അപ്പോൾ ചന്ദ്രമതി അവിടെ നിന്ന് ശ്രുതിയോട് പറയുന്നുണ്ട്, അവരെന്നെ കുത്തി തന്നെയാണ് അവളുമാർ ഈ പറയുന്നത്, കണ്ടില്ലേ എന്നൊക്കെ പറയും. അന്നേരം അത് നന്നായി എന്നൊക്കെയുള്ള രീതിയിൽ എല്ലാവരും ഇങ്ങനെ സംസാരിച്ച് ചിരിച്ചൊക്കെ ഇരിക്കുന്ന സമയത്ത് സച്ചി അങ്ങോട്ട് കയറി വരും.
എന്താ എല്ലാവരും കൂടെ ചിരിച്ചൊക്കെ ഇരിക്കുന്നതെന്നൊക്കെ ചോദിക്കും. എന്നോട് പറയാമെന്ന് പറയുമ്പോൾ രവി പറയും നിന്നോട് എന്തായാലും പറയുന്നില്ലെന്ന്. എന്തായാലും എല്ലാവരും സന്തോഷത്തിലാണല്ലോ ഇങ്ങനെ പൂവൊക്കെ കിട്ടുന്നത്. പിന്നെ അച്ഛാ പിന്നെ ഒരു കാര്യം, ഞാൻ ഈ അടുത്ത ലോഡ് പൂവൊക്കെ കൊണ്ട് വെച്ചിട്ടുണ്ടെന്ന് ഓണറോടൊന്ന് പറയാൻ പറയും. അത് കേൾക്കുമ്പോൾ രേവതിക്കും ചിരി വരും, രവിക്കും ചിരി വരുന്നുണ്ട്. രവി ഉടനെ പറയും ഓണർ കേട്ടല്ലോ പൂവൊക്കെ പുറത്ത് കൊണ്ട് വെച്ചിട്ടുണ്ടെന്ന്. എന്നാൽ അച്ഛാ ആ പൂവെല്ലാം എടുത്ത് അകത്ത് വെക്കാൻ പറഞ്ഞേര് എന്ന് രേവതി രവിയേട്ടനോടായിട്ട് പറയുന്നുണ്ട്. അപ്പോഴത്തേന് നീ കേട്ടല്ലോ എന്ന് പറയുമ്പോഴത്തേന് സാച്ചി ഇങ്ങനെ രേവതിക്കിട്ട് നോക്കി ഇങ്ങനെ ചിരിക്കുന്നത് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.